ഹായ്, നമുക്ക് വെറും 3 ചേരുവകൾ വെച്ചിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. റവയാണ് പ്രധാനം. ഒരു ഗ്ലാസ് റവ എടുത്തിട്ട് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/2 സ്പൂൺ സോഡാപ്പൊടി, ഒരല്പം ഉപ്പ്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. റവ അളന്ന ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. പൊടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ചൂടാക്കിയ പാൽ, വളരെ ചൂടല്ല പാല്, ചൂട് കുറഞ്ഞ 1/2 ഗ്ലാസ് പാല്, നമ്മൾ റവ എടുത്ത ഗ്ലാസിൻ്റെ തന്നെ ആ പാലും കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മാറ്റി വെച്ചു. മാറ്റി വയ്ക്കുന്ന റവയിൽ ആ പാലൊന്ന് മിക്സായി വരാനാണ്. റവ പാൽ കുടിച്ചൊന്ന് നല്ല പരുവാകും. അത് മാറ്റി വെച്ചിട്ട് ഞാൻ 3 സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തു. കാരണം അതിൻ്റെ ഒരു കളറ് ചേഞ്ച് ചെയ്ത് വന്നാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഇത് കേക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ അല്പം നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ പഞ്ചസാര പാനി അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് നമ്മൾ ആ റവ അതിലേക്ക് ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. 1 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കണം. അതെല്ലാം നന്നായിട്ട് പരുവമായി വരാനാണ് ആ 1 മണിക്കൂർ. അടച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്തെടുക്കുക. 10 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട്, എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ ഫ്ലെയിം വേണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ റവയുടെ കൂട്ട് അതിലേക്ക് ഇറക്കി വെച്ച് അരമണിക്കൂറാണ് വേവിക്കേണ്ടത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് തുറന്നിട്ട് എൻ്റെ കൈവശം കുറച്ച് നട്ട്സും ചെറിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു കാണാൻ ഭംഗിക്കിട്ടതാണ്. ഇതിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ഇടാവുന്നതാണ്. എന്നിട്ട് അടച്ചു വെച്ച് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. വളരെ നല്ല ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അത് വെന്ത് തണുക്കുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. രാവിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇത് തയ്യാറാക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യണേ.